സോ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തൊരു ദേശീയ പണിമുടക്ക് നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് സോഷ്യൽ മീഡിയ ചർച്ചകൾ വന്നു. അതിൽ ഒരുപാട് റീലുകൾ വന്നു. ചില റീലുകൾ ഭയങ്കര കോമഡി ആയിട്ടുള്ള റീലുണ്ടായിരുന്നു, മാസ് BGM റീലുകളുണ്ടായിരുന്നു, ചാനൽ ചർച്ചകളിൽ റീലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്? സമരത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇന്നിപ്പോൾ 2025 ഈ ആധുനിക ജനാധിപത്യ കാലത്ത് ഇലക്ട്രോ ഡെമോക്രസിയും ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൊണ്ടുമ്പോൾ ആളുകളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരം എന്തിനാണ്? ഇതൊക്കെ പണ്ടത്തെ പഴഞ്ചൻ ഇതല്ല. ഇങ്ങനെയൊക്കെയുള്ള നോർമൽ സംശയങ്ങൾ എൻ്റെ മനസ്സിലുമുണ്ട്. ഇപ്പോൾ പേഴ്സണലി എനിക്ക് മനസ്സിലാക്കണമെന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ആളുകൾ ഈ സമരമൊക്കെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ സമരത്തിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണ്, ഇതിനൊക്കെ സമരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ഞാൻ ഇന്നിവിടെ ശ്രമിക്കുക. സോ ഐ വാസ് ലുക്കിംഗ് അറ്റ് ദി റീസൺ ബിഹൈൻഡ് ദിസ് പ്രൊട്ടസ്റ്റ്. ഈ പ്രൊട്ടസ്റ്റുകൾക്ക് കാരണമെന്ത് എന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു. ഇന്ത്യയിൽ 2019-2020 ഇടയ്ക്ക് 4 ലേബർ കോഡ്സ് പാസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഓൾറെഡി 29 ലേബർ ലോസ് ഉണ്ടായിരുന്നു. ആ ലേബർ ലോസിനെ ചുരുക്കി 4 ആക്കി ഇന്ത്യൻ ഗവൺമെൻറ് പാസ്സാക്കിയായിരുന്നു. ആ ലേബർ കോഡുകളുടെ പേരെന്ന് വെച്ചാൽ ഒന്ന് കോഡ് ഓൺ വേജസ് 2019, ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020 ആൻഡ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. അതുകൊണ്ട് നമുക്ക് ഈ 4 ലേബർ കോഡിൻ്റെ ഒരു ചരിത്രം നോക്കാം. ഇതിൻ്റെ തുടക്കം തന്നെ ഒക്ടോബർ 15, 1999. അന്ന് അടൽ ബിഹാരി വാജ്പേയി നയിച്ച NDA ഗവൺമെൻറ് ഒരു സെക്കൻഡ് നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ ഉണ്ടാക്കുന്നുണ്ട്. ബേസിക്കലി ഈ കമ്മീഷൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് ലേബർ ലോസിനെ റാഷണലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ആൻഡ് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യുക. ബിക്കോസ് സോ ദാറ്റ് അൺഓർഗനൈസ് സെക്ടറിലുള്ള ആളുകൾക്ക് ഒരു മിനിമം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ല. സോ അന്ന് ഈ കമ്മീഷൻ ഒരുപാട് റെക്കമെൻഡേഷൻസ് വെച്ചിരുന്നു. ആൻഡ് അന്ന് ഈ റെക്കമെൻഡേഷൻസ് അന്നുള്ള എല്ലാ ട്രേഡ് യൂണിയൻസും എതിർത്തിരുന്നു, ഇൻക്ലൂഡിങ് RSSൻ്റെ ട്രേഡ് യൂണിയനായിട്ടുള്ള BMS. എല്ലാ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് ഒരു മാർച്ച് നടത്തുന്നുണ്ട് ഫെബ്രുവരി 26, 2003 പാർലമെൻറ്റിനെതിരെ. അതിനുശേഷം നമുക്കറിയാം 2004 ആകുമ്പോഴത്തേക്കിനും NDA ഗവൺമെൻറ് മാറുന്നുണ്ട്, UPA സർക്കാർ വരുന്നുണ്ട്. 2004 തൊട്ട് ഈ ബില്ല് അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഇതിനെ നല്ല രീതിയിൽ എതിർക്കപ്പെടുന്നുണ്ട്. കാരണം അന്നത്തെ UPA സർക്കാരിലെല്ലാം നല്ല ലെഫ്റ്റ് ലീനിങ് പാർട്ടീസിൻ്റെ ഒരു മുന്നണി നല്ല സ്ട്രോങ് ആയിരുന്നു. സോ അവരിൽ നിന്നുള്ള എതിർപ്പ് കാരണം ഈ ബില്ല് അധികം ചർച്ച ചെയ്യപ്പെട്ടില്ല. 2014 ഫൈനലി BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. BJP ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി തന്നെയായിരുന്നു ഈ റെഡ് ടേപ്പിസത്തെ നമ്മൾ തടയേണ്ടതുണ്ട്, ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ്, മിനിമം ഗവർണൻസ് ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകുന്നത്, എല്ലാം സെൽഫ് അറ്റസ്റ്റേഷൻ ആയിരിക്കണം, എല്ലാം സെൽഫായിട്ട് തന്നെ ആളുകൾക്ക് ചെയ്യാൻ പറ്റേണ്ട ഒരു പോളിസിയിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നത് ഒരു BJP ഗവൺമെൻറ്റിൻ്റെ പോളിസികളിൽ നിന്ന് തന്നെയായിരുന്നു. അങ്ങനെ 2019 ലോക്സഭയിൽ കോഡ് ഓൺ വേജസ് ബില്ല് വരുന്നുണ്ട്. റിമൈനിങ് ബിൽസ് പാർലമെൻറ്റ് ചർച്ചയിലാവുന്നത് 2020 മെയ് ആകുമ്പോഴത്തേക്കാണ്. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ഫാം ബിൽസ് ഓൾറെഡി പാസ്സായിട്ടുണ്ട്, അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒപ്പോസിഷൻ പാർലമെൻറ്റ് ബഹിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് ഒപ്പോസിഷൻ ബഹിഷ്കരിക്കുന്ന സമയത്താണ് ഈ ബില്ലുകൾ ചർച്ച ചെയ്യുന്നത്. ബേസിക്കലി ഒപ്പോസിഷൻ്റെ ഇൻപുട്സ് ഇല്ലാതെയാണ് പാർലമെൻറ്റിൽ ഈ 3 ബില്ലുകൾ പാസ്സായത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ചാനലിൽ ഫാഷിസം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഫാഷിസം എന്നത് എപ്പോഴും സമൂഹത്തിലെ എലൈറ്റ് ക്ലാസ് ആയിട്ടുള്ള ആളുകളും റിച്ച് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും താല്പര്യങ്ങളും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഐഡിയോളജിയാണ്. അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഫാഷിസ്റ്റുകൾ എപ്പോഴും ഭരണത്തിൽ വരുന്നത്. അപ്പോൾ അത്തരം ഫാഷിസ്റ്റുകൾ വരുമ്പോൾ ഇത്തരം നിയമങ്ങൾ യാതൊരു രീതിയിലുള്ള ചർച്ചകളും ഇല്ലാത്ത രീതിയിൽ പാസ്സാകുന്നു എന്നത് ഇറ്റ്സ് നോട്ട് സർപ്രൈസിങ്. നമുക്കപ്പം എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് ഈ ബില്ലുകൾ ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഈ ബില്ല് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിനിമം വേജിനെയാണ്. മിനിമം വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പലതരം ഫാക്ടേഴ്സ് യൂസ്. അതിലൊന്നാണ് ഡയറ്റ്, ഫാമിലിയുടെ ഡയറ്റ്. ഫാദർ, മദർ, 2 ചിൽഡ്രൻ, ഇതാണ് ബേസിക് യൂണിറ്റ് ഓഫ് ഫാമിലി. ഫാദറിന് ഒരു ദിവസം 2700 കാലറീസ് കിട്ടണം, അമ്മയ്ക്ക് 2700 കാലറീസ് കിട്ടണം, ബാക്കി 2 കുട്ടികൾക്കും ചേർന്നിട്ട് 2700 കാലറീസ് കിട്ടണം. അപ്പൊ ഇതില് വളരെ ഇൻജീനിയസ് ആയിട്ടുള്ളൊരു മൂവ് എന്താ അറിയോ, നേരത്തെ ഡെഫിനിഷനിൽ ഈ 2700 കാലറീസ് ഇൻക്ലൂഡിങ് ബാലൻസ്ഡ് ഡയറ്റ്, ആ 2700 കാലറീസിൽ ബാലൻസ്ഡ് ഡയറ്റ് വേണം. പക്ഷെ പുതിയ ഇതില് ബാലൻസ്ഡ് ഡയറ്റ് എന്ന സംഭവം എടുത്തു മാറ്റി. പുതിയ കാൽക്കുലേഷനിൽ കാലറീസ് ഉള്ള ഫുഡ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യും. മുട്ട വാങ്ങുന്ന ഇവര് മുട്ടനെ കൗണ്ട് ചെയ്യുന്നില്ല, ചിക്കൻ കൗണ്ട് ചെയ്യുന്നില്ല, പ്രോട്ടീൻ എന്താ കൊടുക്കുന്നു ഒന്നും കൗണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇവര് ഏറ്റവും ചീപ്പായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡും അതും ഇതും കൗണ്ട് ചെയ്തിട്ട് ഇവര് പറയും ഒരു ഫാമിലിക്ക് ഇത്രയും മതി. റെന്റ് കുറച്ചു, ക്ലോത്തിങ്ങിന് ചിലവ് കുറച്ചു, ഇങ്ങനെ എല്ലാം കുറച്ചിട്ട് മിനിമം വേജസിനെ സ്റ്റാഗ്നന്റ് ആക്കുക.
നോ ഹിയർ ഇസ് ദ പോയിന്റ്. ഇത് മിനിമം വേജിനെ മാത്രമല്ല ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ദർ ഇസ് സംതിങ് കോൾഡ് ഫ്ലോർ വേജ്. മിനിമം വേജ് എന്ന് പറഞ്ഞാൽ ലൈഫ് ജീവിക്കാൻ പറ്റുന്ന വേജ്. ലൈക്ക് ഫ്ലോർ വേജ് എന്ന് പറഞ്ഞാൽ ദ വേജ് വിത്ത് വിച്ച് വി കൻ എക്സിസ്റ്റ്, ബെയർ മിനിമം. അത് എത്ര അറിയോ? 178 rupees പെർ ഡേ. അത് മതി എക്സിസ്റ്റ് ചെയ്യാനേ. കാരണം എന്താ അറിയോ? ഫ്ലോർ വേജ് കൂട്ടിയാൽ അതിനനുസരിച്ച് മിനിമം വേജ് കൂട്ടേണ്ടി വരും. അപ്പൊ ഫ്ലോർ വേജ് സ്റ്റാഗ്നന്റ് ആയിട്ട് നിർത്തിയാല് വർക്കേഴ്സിന്റെ അടുത്ത് പറയും, എടാ ഫ്ലോർ വേജ് ഇത്രയാണ്, നിനക്ക് ഞാൻ മിനിമം വേജ് ഇത്രയും തരുന്നുണ്ട്, ദെൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? പക്ഷെ സ്റ്റേറ്റ് ഫ്ലോർ വേജ് കൂട്ടിയാല് വർക്കറിന് പറയാം ഫ്ലോർ വേജ് ഇത്രയാണ്, അപ്പൊ എന്റെ ബേസിക് ഒരു ഗുഡ് ലൈഫിന് ഇത്രയും മിനിമം വേജ് വേണമെന്ന്. അത് മാത്രമല്ല, പണ്ട് ഈ വേജ് ഡിസ്പ്യൂട്ടൊക്കെ സോൾവ് ചെയ്യുന്നത് ഒരു 3 party സിസ്റ്റം ആയിരുന്നു. ലൈക്ക് യു ഹാഡ് എംപ്ലോയർ, യു ഹാഡ് എംപ്ലോയി ആൻഡ് ദെൻ ദി ഗവൺമെൻറ്. അതെങ്ങനെയുള്ള 3 എൻറ്റിറ്റീസിൻ്റെ ഒരു ഡിസ്കഷൻ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ പുതിയ നിയമങ്ങൾ പറയുന്നത് ഈ തേർഡ് പാർട്ടി ആയിട്ട് ഗവൺമെൻറ് വരില്ല എന്നാണ്. സംവൺ ഇൻഡിപെൻഡൻറ്റ്, ഏതെങ്കിലും ഒരു നിഷ്പക്ഷൻ വരും എന്നാണ്. സോ ദാറ്റ് മീൻസ് സംബടി, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറഞ്ഞ് വന്ന് ഈ നിനക്ക് കിട്ടുന്ന വേജ് ശരിയാണ് എന്നങ്ങ് വിധിക്കാൻ പറ്റും. ഐ തിങ്ക് ഇത്തരം നിയമങ്ങൾ കേരളത്തിൽ പാസ്സായി കഴിഞ്ഞാൽ ദ ബെസ്റ്റ് നിഷ്പക്ഷൻ ഈസ് ഓൾറെഡി റെഡി ടു സോൾവ് ഇഷ്യൂസ്. നമ്മുടെ ഇന്ത്യയിലൊരു ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതൊരു 3 party മീറ്റിംഗ് ആണ്. അതായത് ഗവൺമെൻറ് ഉണ്ട്, എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, ആൻഡ് എംപ്ലോയേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ഈ 3 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ലേബറിനെ കുറിച്ചുള്ള ഇഷ്യൂകളും വർക്കിംഗ് റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഉള്ളൊരു 3-way ഡിസ്കഷൻസ് നടക്കാറുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് നടന്നിട്ടുള്ളത് ജൂലൈ 2015 കഴിഞ്ഞ 10 വർഷമായിട്ട് ഇപ്പോൾ ഈ ഒരു മീറ്റിംഗ് നടന്നില്ല. ഇത് ഇൻഡെഫിനിറ്റ്ലി പോസ്റ്റ്പോണ്ട് ആവുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ 2025 ജസ്റ്റ് ഇമാജിൻ, കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തിലെ എംപ്ലോയീസും ഗവൺമെൻറ്റും കൂടെ വർക്കർ റൈറ്റ്സിനെ പറ്റിയും തൊഴിലാളികളുടെ അവകാശങ്ങളെ പറ്റി നടത്തുന്ന ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല. നോട്ട് ഓൺലി ദാറ്റ്, സർപ്രൈസിംഗ്ലി ദിസ് ബിൽ സപ്പോർട്ട്സ് ഫ്യൂഡലിസം. അതായത് നിങ്ങൾ 5 പേരിൽ കുറവ് ആളുകളെ എംപ്ലോയ് ചെയ്യുന്ന ഒരു എംപ്ലോയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. ലൈക്ക് നിങ്ങൾക്ക് ഇന്ത്യയിൽ 4 പേരെ അടിമകളായിട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ട്. യു ആർ നോട്ട് ബൗണ്ട് ടു ദീസ് കൈൻഡ് ഓഫ് ലേബർ ലോസ്. നമ്മൾ പറയാറുണ്ടല്ലോ, അടിമത്തം മോശമാണോ, ആധുനിക കാലത്ത് അടിമത്തം ഉണ്ടോ, അടിമത്തം നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതാണോ? ബട്ട് ഹിയർ വി ഹാവ് എ ഗവൺമെൻറ് വിച്ച് ഈസ് ഓപ്പൺലി സെയിങ് ദാറ്റ് നിങ്ങൾക്ക് 4 പേരോ അല്ലെങ്കിൽ അതിൽ കുറവോ ആളുകളെ നിങ്ങൾ എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലേബർ നിയമങ്ങളൊന്നും ബാധകമല്ല. വെരി കൺവീനിയന്റ്. നമ്മളുടെ എന്താ ഈ ഡൊമിനന്റ് കാസ്റ്റ് ഫ്യൂഡൽ ലോഡ്സിനൊക്കെ ഒന്ന് ഇത് ചെയ്യണ്ടേ, ലൈക്ക് സ്പെസിഫൈ ചെയ്യണ്ടേ, അവർക്കും കൂടി വേണ്ടി. ഇറ്റ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ ദം. കോഡ് ഓൺ വേജസ് എന്ന് പറയുന്ന ബില്ല് സ്പെസിഫിക്കലി തന്നെ കുറച്ച് വർക്കേഴ്സിനെ ഇതിൽ നിന്നും ഔട്ടാക്കുന്നുണ്ട്. ഗിഗ് വർക്കേഴ്സിനെ ഇവർ വർക്കേഴ്സായിട്ട് കാണുന്നില്ല, തൊഴിലാളികളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അവർക്ക് മിനിമം വേജ് കിട്ടില്ല. ഗവൺമെൻറ് ഓപ്പൺലി എംപ്ലോയീസ് അല്ല എന്ന് ഡിക്ലെയർ ചെയ്ത ചില വിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആശാ വർക്കർ, അംഗൻവാടി, ഇവരൊന്നും വർക്കേഴ്സായിട്ട് ഈ ബില്ല് അക്നോളജ് ചെയ്യുന്നില്ല. എനിക്കിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ളത് മീഡിയകളുടെ ഹിപ്പോക്രസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ആശാ വർക്കറുടെ സമരം നടന്നിരുന്നു. അപ്പോൾ ഇവിടുത്തെ മീഡിയകളെല്ലാം അതിനെ വളരെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു സമരമാണ്. അതായത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഭയങ്കര ദ്രോഹം ഇവരോട് ചെയ്യുന്നുണ്ട്, ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല രീതിയിൽ അത് പൊലിപ്പിച്ച് കാണിച്ചു. ബട്ട് ഈ ആശാ വർക്കേഴ്സിനെ വർക്കർ സ്റ്റാറ്റസ് പോലും നിഷേധിക്കുന്ന ഒരു സെൻട്രൽ ബില്ല് പാസ്സാകുമ്പോൾ ഈ മീഡിയകൾ ഇതിനെ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മിനിമം വേജും ഈ കോഡ് ഓൺ വേജസിൻ്റെ പറയുന്ന എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനിൽ നിന്നും ഇവർ വെളിയിൽ പോവുകയാണ്. ബേസിക്കലി ഇന്ത്യൻ സർക്കാർ പറയുന്നത് ഇവർ വർക്കേഴ്സ് അല്ല, അതുകൊണ്ട് തന്നെ മിനിമം വേജ് ഇവർക്ക് കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ലെന്നാണ്. അങ്ങനെ ഒരു വർക്കർ സ്റ്റാറ്റസ് എന്ന് പോലും എടുത്തു കളയുമ്പോൾ മീഡിയകൾക്കൊരു കുഴപ്പമില്ലെന്നല്ല, ഈ വർക്കേഴ്സ് യുണൈറ്റ് ചെയ്ത് ഭാരത് ബന്ദ് അല്ലെങ്കിൽ ദേശീയ പണിമുടക്ക് ചെയ്യുമ്പോൾ എന്താ ഇത് ജനങ്ങൾ വലയുന്നു, അതാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ, അവിടെ അക്രമം ചെയ്യുന്നത്, ഇവിടെ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, ഒരുത്തന് മരുന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനെ ചർച്ച ചെയ്യുന്നു. വാട്ട് എ ഹിപ്പോക്രിറ്റിക്കൽ നേച്ചർ. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് വർക്കർ സ്റ്റാറ്റസ് കൊടുക്കാതിരിക്കുകയും ഇവരെ മിനിമം വേജസിൻ്റെ പെർവ്യൂവിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രെൻഡ് എന്താ പറയുക, ലൈക്ക് മോസ്റ്റ് ഡേഞ്ചറസ്. എന്റെ എംപ്ലോയർ ഒരു കമ്പനിയാണെന്ന് വെച്ചോ, പ്രൈമറി എംപ്ലോയർ, ഞാനും അവരും ലിങ്ക്ഡ് ആണ്. ഐ ക്യാൻ ക്ലെയിം മൈ റൈറ്റ്സ് ഫ്രം ദം അല്ലേ. അപ്പോൾ പുതിയ ഇതില് എല്ലാം കോൺട്രാക്ട് ബേസ് ചെയ്യും. ആ പ്രിൻസിപ്പൽ എംപ്ലോയറിന്റെ അടിയിൽ കോൺട്രാക്ടേഴ്സ്, സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. അത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഡിഫറൻസ് എന്താ അറിയോ, നേരത്തെ ഈ സബ് കോൺട്രാക്ടേഴ്സും കോൺട്രാക്ടേഴ്സും
എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഐ ക്യാൻ ഡിമാൻഡ് ഇറ്റ് ഫ്രം ദി പ്രൈമറി എംപ്ലോയർ, ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി. ഇപ്പം അത് പറ്റത്തില്ല. ഇപ്പം ദി കോൺട്രാക്ടേഴ്സ് ആൻഡ് സബ് കോൺട്രാക്ടേഴ്സ് ദേ ആർ ഓൾസോ ഡിഫൈൻഡ് ആസ് എംപ്ലോയേഴ്സ്. അവരും ഡിഫാക്ടോ എംപ്ലോയർ. അപ്പം എന്റെ പേയിന്റെയും എന്റെ ബെനിഫിറ്റ്സിന്റെയും ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി അവർ മാത്രം. എനിക്ക് പ്രൈമറി എംപ്ലോയറിനെ കോടതി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഇവര് ബേസിക്കലി ഈ കമ്പനിയുടെയും ഒരു വർക്കറിന്റെ ഇടയിലെ ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടിരിക്കുക. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഉണ്ട്, പ്രൊവൈഡഡ് യു കീപ് അപ്ഡേറ്റിംഗ് ത്രൂ ഓൺലൈൻ. നിന്റെ ആധാറിലൂടെ ലോഗിൻ ചെയ്തിട്ട് നിന്റെ വർക്കിംഗ് ഡീറ്റെയിലും അതും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ദി ഓണസ് ഈസ് ഓൺ യു. ഇത് ചെയ്തോണ്ടിരിക്കാനേ. അങ്ങനെ ചെയ്തോണ്ടിരുന്നാല് ചാൻസസ് ദാറ്റ് യു വിൽ ഗെറ്റ് സോഷ്യൽ സെക്യൂരിറ്റി, ഈ സ്കീംസ് കിട്ടുമെന്ന് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന്. പക്ഷെ ഇതിൽ കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഡിജിറ്റൽ ഡിവൈഡ് അറിയാലോ, എത്ര ആൾക്കാര് ഓൺലൈനിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ലേബറിൻ്റെ എല്ലാ അവകാശങ്ങളും ലിമിറ്റ് ചെയ്തിട്ട് അവകാശങ്ങളെല്ലാം എംപ്ലോയറിന് കൊടുത്തിട്ട് ഇതിന് പേര് കൊടുക്കുകയാണ് ലേബർ കോഡ്സ്. എങ്ങനെയുണ്ട്? അപ്പം ഇതൊക്കെ ലൈക്ക് കീപ്പിംഗ് ബേസിക്കലി ഇതാണ് പ്രൊട്ടക്ടിങ് ദി കമ്പനി ആൻഡ് ലൈക്ക് നിങ്ങൾ ദൂരെ ഇരുന്ന് വർക്ക് ചെയ്തോ. പിന്നെ യൂസ് ചെയ്യുന്ന വേർഡ് തന്നെ ആത്മനിർഭർ. നിങ്ങൾക്ക് എന്താ എല്ലാം സ്വയം ചെയ്യാലോ, സ്വയം ലോഗിൻ, സ്വയം ഡീറ്റെയിൽസ് ഇടാം, കമ്പനിക്കൊന്നും ചെയ്യണ്ട. ഈ ഗവർണൻസ് വളരെ കുറച്ചിട്ട് സെൽഫ് റെഗുലേഷൻ, സെൽഫ് അറ്റസ്റ്റേഷൻ, സെൽഫ് സർട്ടിഫിക്കേഷൻ. അപ്പൊ ഐ ആം ട്രീറ്റിംഗ് മൈ എംപ്ലോയേഴ്സ് വെല്ലെന്ന് ഞാൻ തന്നെ സർട്ടിഫൈ ചെയ്യാം. ഇതൊന്നും ചെയ്യണ്ട. ഹൗ ക്യാൻ വി എക്സ്പെക്ട് എ പ്രൈവറ്റ് പ്ലെയർ ടു സെൽഫ് റെഗുലേറ്റ്? അവരവരുടെ പ്രോഫിറ്റ് ഇതും റെഗുലേറ്റ് ചെയ്തിട്ട് റാഷണലൈസ് ചെയ്തിട്ട് വർക്കേഴ്സിന് കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കത്തില്ല. അവർ ലൂട്ട് ചെയ്യാൻ നോക്കുമല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസ്. വാട്ട് ദ ഗവൺമെന്റ് ഈസ് എക്സ്പെക്ടിങ് ഈസ് ദിസ്: ലേബറേഴ്സിനെ നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾ അവരോട് ഭയങ്കര സ്നേഹത്തോടെ, അനുഭാവത്തോടു കൂടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സെൽഫായിട്ട് അറ്റസ്റ്റേഷനും സെൽഫായിട്ട് റെഗുലേറ്റും ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആത്യന്തികമായിട്ട് നമ്മുടെ കറണ്ട് സൊസൈറ്റീസിലെ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് ലേബറേഴ്സിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയല്ല, സ്വന്തം പ്രോഫിറ്റിന് വേണ്ടിയാണ്. അപ്പോൾ സ്വന്തം പ്രോഫിറ്റാണ് പ്രൈമറി തിങ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കറണ്ട് സിനാരിയോയിൽ നിങ്ങൾക്ക് ഗ്ലോബലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ആളുകളുടെ ലേ ഓഫ് നടക്കുകയും അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ കാണുന്നുണ്ട്. ബിക്കോസ് ഫണ്ടമെൻ്റലി ഓൾ ദീസ് കമ്പനീസ് ഫോക്കസ് ഓൺ പ്രോഫിറ്റ്. ഈ എംപ്ലോയീസിൻ്റെ ക്ഷേമം സംഭവം എന്നൊക്കെ പറയുന്നത് സെക്കൻഡറിയാണ്. അത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സെക്കൻഡറി, ടെർഷറി ഒക്കെയാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്. അങ്ങനെയുള്ള കമ്പനികൾ വന്നിട്ട് ഈ വർക്കേഴ്സിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന ഒരു അസംഷനിലാണ് ഈ നിയമങ്ങളൊക്കെ പോകുന്നത്. പിന്നെ വളരെ ഈ ഓവർ ടൈം വർക്ക് ഇല്ലേ, ഓവർ ടൈം വർക്ക് എന്ന് വെച്ചാൽ ഒരു ക്വാർട്ടറിൽ 50 മണിക്കൂറിനെക്കാളും കൂടുതൽ ഓവർ ടൈം വർക്ക് ഒരു ഫാക്ടറി ഒരാളുടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത്. പക്ഷെ ഇപ്പോഴത്തെ ഇവരെന്താ പറയുന്നത്, ഇത് ബേസിക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്യാപിറ്റലിസ്റ്റ് ലോജിക് ആണ്. അവര് സ്വയം വന്ന് ചെയ്യല്ലേ, ദാറ്റ് ഈസ് ദർ ചോയ്സ്, വൈ ആർ യു സ്റ്റോപ്പിംഗ് ഇറ്റ്? ഇവർക്ക് എത്ര ഓവർ ടൈം വർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നത് ആ ചോയ്സ് ഈസ് ദേ ആർ ടേക്കിംഗ് ദാറ്റ് ബിക്കോസ് ഓഫ് ദർ പോവർട്ടി. They are putting their health at risk. They have no choice. ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോയ്സ് എടുക്കുന്നതിന് അവര്. പക്ഷെ ഇവര് പറയുന്നത് that person is എന്താ, he wants to earn more, so he is coming and working. What are they saying? ആത്മനിർഭർ ആവൂ എന്ന് പറയുന്നത് എസ്പെഷ്യലി പറയുന്നത് ഞങ്ങളുടെ അടുത്തുനിന്ന് ഒന്നും കിട്ടത്തില്ല. ആസ് എ സ്റ്റേറ്റ് ഡോണ്ട് ലുക്ക് അറ്റ് us. നിങ്ങൾക്ക് എന്ത് നടന്നാലും വാട്ട് എവർ ഹാപ്പൻസ് ടു യു, ദി ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ ഈസ് യു. അപ്പോൾ നമുക്ക് സമരത്തിൻ്റെ ചരിത്രം മനസ്സിലായി, ഈ ബില്ലുകൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ മനുഷ്യരെ ഇത്രയും ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ പോലും പൊതുവിൽ ഒരു സമരവിരുദ്ധ വികാരമാണുള്ളത്. അപ്പോൾ അതിനോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ബ്രോഡർ സ്കെയിലുള്ളത്, അല്ലാത്ത എക്സെപ്ഷൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. ബട്ട് ബ്രോഡർ സ്കെയിലിൽ സമൂഹത്തിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്, എക്കോണമി, പൊളിറ്റിക്കൽ എക്കോണമി നടക്കുന്നത് രണ്ട് തരത്തിൽ. ഒന്ന് ഉടമസ്ഥത കൊണ്ട് സമ്പാദിക്കുന്നവരും സ്വന്തം സ്കിൽ സെറ്റ് വിറ്റ്, അധ്വാനം വിറ്റ് സമ്പാദിക്കുന്ന രണ്ട് വിഭാഗം ആൾക്കാരാണ് ഈ എക്കോണമിയെ നിയന്ത്രിക്കുന്നത്. ഓഫ് കോഴ്സ് ദർ ആർ കൺസൾട്ടൻസ്, ദർ ആർ സെൽഫ് എംപ്ലോയിഡ്, ഫ്രീലാൻസേഴ്സ് എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ചെറുകിട കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. ബട്ട് അവരല്ല എക്കോണമിയെ എക്കോണമിയുടെ പ്രൊഡക്ഷൻ മോഡിനെ തീരുമാനിക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് ഉടമസ്ഥയുള്ളവരും
ഉടമസ്ഥത ഇല്ലാത്തവർ, അല്ലെങ്കിൽ അവരുടെ അധ്വാനമാണ് അവരുടെ വിൽക്കാനുള്ള ചരക്ക്, അത് വിറ്റ് ജീവിക്കുന്നവരാണ്. വി ആർ എംപ്ലോയീസ്. നമ്മൾ അതാണ് ചെയ്തത്. ഞാൻ പഠിച്ച് ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്ത് അല്ലെങ്കിൽ ഒരു സ്കിൽ സെറ്റ് ട്രെയിനിങ് ചെയ്ത് ഞാൻ ട്രെയിൻ ചെയ്ത് ഞാൻ പണിക്കിറക്കുന്നത് ഞാൻ എൻ്റെ അധ്വാന ശക്തി വിൽക്കാനാണ്. അതിന് കാശ് മേടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ബഹുഭൂരിപക്ഷം ജനങ്ങളും അതാണ് ജീവിക്കുന്നത്. സോ ഈ ലേബർ കോഡ് ഈ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബാധിക്കുന്ന കാര്യത്തിനെ മാറ്റുന്ന ലേബർ കോഡാണ്. അപ്പൊ അത് മാറുമ്പോൾ നമ്മുടെ ജീവിതവും മാറും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറും, നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങളും മാറും, നമ്മുടെ ആരോഗ്യത്തെ വരെ ബാധിക്കാവുന്ന ഇപ്പൊ 12 മണിക്കൂർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി, ഹെൽത്ത് സേഫ്റ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. നാളെ 9 മണിക്കൂർ നീ വർക്ക് ചെയ്താൽ പോരാ, 3 മണിക്കൂർ അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹെവി ലോഡ്. കാരണം 9 മണിക്കൂർ നിങ്ങൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ നിങ്ങൾ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കാനും തിരിച്ചു വരാനുമായിട്ട് അതിന്റെ ചെലവ്, യാത്ര ബുദ്ധിമുട്ട്. ഇനി വർക്ക് ഫ്രം ഹോം തന്നെയാണെങ്കിൽ പോലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. 12 മണിക്കൂർ 3 മണിക്കൂർ അഡീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസികമായി നിങ്ങളെ തളരും, ശാരീരികമായിട്ട് നിങ്ങൾ തരും, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്ന അറ്റൻഷൻ സ്പാൻ കുറയും, നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സമയം കുറയും. ഇത് നിങ്ങളുടെ തൊഴിലെന്ന് പറഞ്ഞാൽ നിത്യ ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ്സ് എ ഡേ ടു ഡേ ആക്ടിവിറ്റി. അതല്ലാണ്ട് വല്ലപ്പോഴും ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല. ഇപ്പൊ ഒരു വെക്കേഷന് പോകുന്നതിനല്ല ഇത് നിയമങ്ങൾ മാറ്റുന്നത്. ഇത് ഡെയിലി ആക്ടിവിറ്റി ആയിട്ടുള്ള നിങ്ങളുടെ തൊഴിലിനെ മാറണം. സോ അതിനെതിരെ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ അയ്യോ ഈ നാട്ടിൽ എന്തോ ഒരു സമരമാണ്, ഇതുകൊണ്ട് എന്താണ് നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത് ഈ തൊഴിൽ സമരം കൊണ്ട് എല്ലാ ഗുണങ്ങളും കിട്ടി വീട്ടിൽ ടിവിയും കണ്ട് പോപ്കോണും കഴിച്ച് പിന്നെ ചായയും കുടിച്ചിരുന്നുകൊണ്ട് പരിഹസിക്കുകയാണ്. അവൻ അവിടെ വീട്ടിലിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ അവിടെ വീട്ടിലിരിക്കുന്നത് പറഞ്ഞാൽ പണ്ടുള്ള തൊഴിലാളികൾ സമരം ചെയ്തെടുത്ത ഇതുകൊണ്ടാണ് അവന് 2 ദിവസം ഓഫ് കിട്ടുന്നത്. അല്ലെങ്കിൽ അവനത് കിട്ടില്ല. അവൻ വല്ല ഫാക്ടറിയിലോ അല്ലെങ്കിൽ തൊഴിൽ സമയത്ത് ഇരുന്ന് പണിയെടുക്കേണ്ട സമയം അവനത് വീട്ടിലിരിക്കാനുള്ള സമയം പോലും അവന് കിട്ടുന്ന ഈ തൊഴിൽ സമരങ്ങളുടെ ഭാഗമായിട്ട്. സമരവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പണിമുടക്കൊന്നല്ല ഇത്. അല്ലെങ്കിൽ അതായത് ഈ സമരത്തിനെതിരെ ഘോരഘോരം ആളുകൾ സംസാരിക്കുന്ന ആദ്യത്തെ പൊതുപണിമുടക്കൊന്നുമല്ല ഇത്. പൊതുപണിമുടക്കുകൾക്ക് ഇന്ത്യയിൽ കൊല്ലങ്ങളുടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നൂറ്റാണ്ടുകളുടെ എന്നല്ല, ഏകദേശം 100 കൊല്ലത്തിന് മുകളിലത്തെ പഴക്കം അതിന് ഉണ്ട്. അപ്പോൾ അത് പല രീതിയിൽ അതിനെതിരെ പല രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അതൊരു പുതിയ സംഭവമല്ല. അതിനെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു വലതുപക്ഷ പൊതുബോധം, ഒരു റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ അവരുടെ ഒരു മാനുഫാക്ചറിങ് കൺസെൻറ്റിൻ്റെ ഭാഗമായി മിസ്ഗൈഡ് ചെയ്യപ്പെട്ട ഒരു ഫീലിംഗ് ആണത്. അതിന് പല കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വൈ ദിസ് പ്രൊട്ടസ്റ്റ് എന്നതിനെ കുറിച്ച് ആലോചിക്കാത്തവരാണ് ഭൂരിപക്ഷവും ഇവിടെ ഉള്ളത്. സെക്കൻഡ് ഓഫ് ഓൾ, ഞങ്ങളിത് ബാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന ഒരു വലിയൊരു പ്രോമിനൻസ് സെക്ഷൻ ഉണ്ട്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് ദാറ്റ് അവർക്ക് ലൈക്ക് താല്പര്യമില്ലാത്ത പൊളിറ്റിക്സ് ആണ് പറയുന്നതെന്നുകൊണ്ട് ഇതിനെ എതിർക്കുന്നവരുണ്ട്. അത് എല്ലാ സമയത്തും ഇപ്പോൾ 2020 കർഷക സമരം നടക്കുമ്പോഴാണ് നൂറ്റാണ്ടിൻ്റെ സമരം എന്നറിയപ്പെടുന്ന ഒരു സ്ട്രൈക്ക് ഇവിടെ നടന്നതും അത് ലോക ശ്രദ്ധ ആകർഷിക്കപ്പെട്ടതും. അപ്പം അന്നും അതിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതായത് സത്യം പറഞ്ഞാൽ ഫാമേഴ്സ് മൂവ്മെൻറ്റിൻ്റെ ഒപ്പം ഈ വർക്കേഴ്സിൻ്റെ സ്ട്രൈക്ക് കൂടി വരുമ്പോഴാണ് ഈ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റിന് വേറൊരു ഡൈമെൻഷൻ കൈവരിക്കുകയും പിന്നീട് ആ പ്രഷറിന്റെ പുറത്ത് ഗവൺമെന്റ് ആ നിയമങ്ങൾ പിൻവലിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള നമ്മളുടെ സമരവികാരം, വിരുദ്ധ വികാരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരെ നമുക്ക് കാണുമ്പോൾ ഉള്ള ഒരു പരിഹാസമില്ല, അല്ലെങ്കിൽ എന്തുകൂടെ നീ ചെയ്യുന്നത്, ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുകയാണല്ലോ നീ എന്നുള്ള വികാരമാണ് തോന്നുന്നത്. കാരണം ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് 99% വരുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യരെ ബാധിക്കുന്ന കാര്യമാണ് തൊഴിൽ നിയമങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം സ്പെൻഡ് ചെയ്യുന്നത് തൊഴിലിടത്താണ്. നിങ്ങളുടെ ജീവിത നിലവാരം തീരുമാനിക്കുന്നത് നിങ്ങളുടെ തൊഴിലിടമാണ്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനവും അവിടെ നിങ്ങൾക്കുള്ള പൊസിഷനും അവിടുത്തെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് തൊട്ട് അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാമാണ് നിങ്ങളുടെ ആരോഗ്യം വരെ തീരുമാനിക്കുന്നത്. സോ ഇതെല്ലാം തീരുമാനിക്കുന്നത് തൊഴിലിടമാണ്. ആ നിയമത്തെയാണ് ഇവിടെ കൈവയ്ക്കുന്നത്. 29 നിയമങ്ങൾ മാറ്റി 4 കോഡുണ്ട്, അതിൽ 29 നിയമങ്ങൾ മാറ്റി. ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യം. നിങ്ങളെ ബാധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ
നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. അതായത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, പണിയെടുക്കുന്നവന്റെ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെ കളിയാക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത്. പ്രേംചന്ദിന്റെ ഒരു കഥയുണ്ട്. ഞാൻ എൻ്റെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ടൈറ്റിൽ മറന്നുപോയി. അത് ഗാന്ധിജിയെ കുറിച്ച് ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ ഒരു സബർബൻ ഏരിയയിലെ ചില കച്ചവടക്കാർ സംസാരിക്കുന്നതും പോലീസ് വരുന്നതും അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ ഒരു കച്ചവടക്കാരൻ, അതായത് ഈ സമരത്തിലൊന്നും താല്പര്യമില്ലാത്ത ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ പറയുന്നേക്കാം, ഇതിനൊക്കെ എന്ത് കാര്യം, നമ്മളിവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, കുറേ നഗരത്തിലെ മഹാന്മാർ മോട്ടോർ സൈക്കിളിൽ കറങ്ങിയടിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, നമ്മളിങ്ങനെ ജീവിക്കുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. ആ മനുഷ്യൻ അതിൽ പറയുന്നൊരു സാധനം, ഇത് മോട്ടോർ സൈക്കിൾ മേ ഗൂംനെ വാലെ ലോഗ് എന്ന് അയാൾ അതിൽ പറയുന്നുണ്ട്. ആ മോട്ടോർ സൈക്കിൾ കറങ്ങുന്നു എന്ന് പറയുന്ന മനുഷ്യരെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഈ ബ്രിട്ടീഷായി നിലകൊണ്ട് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ നടുകണ്ടം നിന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. സോ ആ ആളുകൾക്ക് അതിനോട് എതിർപ്പുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റുകളും അതിൻ്റെ ഭരണതലവന്മാരും അവരുടെ ആശ്രിതർ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇതിന് എതിരെ നിന്നവരൊക്കെയുണ്ട്. അതുപോലെ കരിങ്കാലികൾ സമരം പൊളിക്കുന്ന AITUC-യുടെ സമരമൊക്കെ പൊളിക്കാൻ ശ്രമിച്ച എത്രയോ കരിങ്കാലികൾ AITUC-യുടെ ഉള്ളിലുണ്ടായിരുന്നു. കേരളത്തിന് പുറത്തും എല്ലാം ട്രേഡ് യൂണിയൻ, അന്നത്തെ AITUC-യുടെ സമരങ്ങൾ പൊളിക്കാൻ ശ്രമിച്ചവരെ തൊഴിലാളികൾ കൈകാര്യം ചെയ്ത ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ്. ഈ ഒരു സംഭവങ്ങൾ, ദ പീപ്പിൾ ഹൂ പ്രോഫിറ്റ് ഓർ ബ്രീഡ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ഓർ ദ ബൂട്ട്ലിക്കേഴ്സ് ഓഫ് എക്സ്പ്ലോയിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ്. അത് ഇനിയും ഉണ്ടാവും. അതാണ് അതിൻ്റെ രസം. ഈ ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് ചോദിക്കാം, സമരങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ അയ്യങ്കാളി ഏറ്റവും ആദ്യം പറയേണ്ടതാണ്. അയ്യങ്കാളി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരല്ല, കേരളത്തിൽ ആദ്യത്തെ സമരം എന്ന് പറയുന്നത്, അതായത് കേരളത്തിൽ മാർക്സിസം എന്താണെന്ന് ആളുകൾ കേൾക്കുന്നതിന് മുമ്പേ സമരം വിജയിപ്പിച്ച ഒരാളുടെ പേരാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ സമരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ THP ചന്താരശ്ശേരി എഴുതിയ അയ്യങ്കാളിയുടെ ബയോഗ്രഫി ഞാൻ വായിക്കുകയായിരുന്നു. അപ്പോൾ ഈ പാടമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന് പറഞ്ഞ് വയൽ കൊയ്യാതെ ഇടുന്നു. അത് ഇൻഹ്യൂമൻ ആണെന്നാണ് അയ്യങ്കാളിയുടെ ആളുകൾ വന്ന് പറഞ്ഞത്. യു ആർ ഡൂയിങ് എ ബ്രൂട്ടാലിറ്റി, നിങ്ങൾ ബ്രൂട്ടലായിട്ടാണ് പെരുമാറുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആളുകളെ പട്ടിണിക്ക് കിട്ടുന്നു, ഹൗ ക്രൂവൽ എന്നാണ് അയ്യങ്കാളിയുടെ ആളുകൾ ചോദിച്ചത്. ബട്ട് ആ സമരം അത്യധികമായി വിജയിച്ചു. അതും ഒരു പണിമുടക്കായിരുന്നു, സമരമായിരുന്നു. പിന്നീട് കേരളത്തിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിക്കപ്പെട്ട പുനലൂർ പേപ്പർ മില്ല്, കളിമൺ ഫാക്ടറികൾ, ടൈൽ ഫാക്ടറികൾ, ഒട്ട് കമ്പനികൾ, സ്പിന്നിങ് മിൽസിലും എല്ലായിടത്തും വമ്പൻ സമരങ്ങൾ നടക്കുക. ആ സമരങ്ങളൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ സമരങ്ങൾ വിജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യ സമര മൂവ്മെൻറ്റുകൾ വളരെ സ്ട്രോങ് ആയി വന്നത്. പുന്നപ്ര വയലാർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിന് മുന്നോടിയായിട്ടും ധാരാളം സ്ട്രൈക്കുകൾ ട്രാവൻകൂർ ഏരിയയിൽ നടന്നിട്ടുണ്ട്. തിരുക്കൊച്ചി ഭാഗങ്ങളിൽ ലേബർ ബ്രദർഹുഡിൻ്റെ നേതൃത്വത്തിൽ ധാരാളം സമരങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വീടിരിക്കുന്ന ആമ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഈ പറയുന്ന സ്ട്രൈക്കുകൾക്ക് വളരെ പ്രസിദ്ധി ആർജിച്ചു. പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിലെ പ്രധാനപ്പെട്ട വർക്കേഴ്സ് മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീടിരിക്കുന്ന ആമ്പല്ലൂർ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഏകദേശം 15-16 കിലോമീറ്ററാണ് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത്. അതിനെ സമരസംഗമ ഭൂമി എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വിശേഷിപ്പിക്കുക. ദ ബേസിക് റീസൺ ഈസ് ദാറ്റ് കുട്ടംകുളം സമരം, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ടെമ്പിൾ എൻട്രി, അൺടച്ചബിലിറ്റി ആൻഡ് അതർ തിങ്സ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് അഗ്രേറിയൻ ഇഷ്യൂ. നടവരമ്പ് സമരം എന്ന് പറഞ്ഞിട്ട് അഗ്രികൾച്ചർ ലേബറേഴ്സ്, കർഷക തൊഴിലാളികൾ നടത്തിയ ഒരു സമരം ഇവിടെയുണ്ട്. നടവരമ്പ് എന്ന് പറയുന്നത് തൃശ്ശൂർ ഈ പറയുന്ന ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. അത് PC കുറുമ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അത് ലീഡ് ചെയ്തത്. ഷീ വാസ് എ ലെജൻഡ്, ഒരു ലോക്കൽ ഹീറോയിനാണ് PC കുറുമ്പ എന്ന് പറയുന്നത്. സോ ഷീ ലെഡ് ബോത്ത് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ തിങ്. പിന്നെ അന്തിക്കാട് എന്ന് പറയുന്നത് മറ്റൊരു പ്രോമിനൻറ്റ് വർക്കേഴ്സ് മൂവ്മെൻറ്റ് നടന്നൊരു സ്ഥലമാണ് അന്തിക്കാട് എന്ന് പറയുന്നത്. അന്തിക്കാട് ബ്രൂട്ടലി ആ സമരത്തെ അടിച്ചമർത്താൻ നോക്കി, ബട്ട് ഇറ്റ് സക്സീഡഡ്. ഇനിയിപ്പോൾ ഈ കേരള ഫോർമേഷന് ശേഷം നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ധാരാളം സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയതായിക്കോട്ടെ, കോൺഗ്രസ് നടത്തിയതായിക്കോട്ടെ, അതൊക്കെ തന്നെ പല രീതിയിൽ വിജയിച്ചു പോയിട്ടുണ്ട്. 90s കേരളത്തിൽ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം എന്ന് പറഞ്ഞൊരു സംഭവം, AK ആന്റണി ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റി വർധവിനെതിരായിട്ട് വലിയ സമരവും പണിമുടക്കും, ലൈക്ക് ലിറ്ററലി സ്ട്രീറ്റ് വാസ് ഫുൾ ഓഫ് ബ്ലഡ് ആൻഡ് കാവോസ്.
അത് 90s കണ്ടിട്ടുള്ള ഒരുപാട് പേര്. ഇലക്ട്രിസിറ്റി സമരം എന്ന് പറഞ്ഞ സാധനം, തൊഴിലില്ലെങ്കിൽ ജയിൽ, ജോബ് ഓർ ജയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെന്റുകൾ ഇവിടെ. ജോബ് ഓർ ജയിൽ മൂവ്മെന്റ് പിന്നെ അത് അങ്ങനെ ഇറ്റ് വെൻ സം അതർ വേസ്, ബട്ട് ഇലക്ട്രിസിറ്റി മൂവ്മെന്റ് വാസ് എ സക്സസ്ഫുൾ തിങ്. അതിൽ കേരളത്തിലെ ചെറുപ്പക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ, ലെഫ്റ്റ് ഇതിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ, ദേവർ ബീറ്റൻ ബ്രൂട്ടലി. അവർ വളരെ മാരകമായിട്ടാണ് അവർ കൈകാര്യം ചെയ്തത്. ആൻഡ് ബട്ട് ദാറ്റ് മൂവ്മെന്റ് സക്സീഡ്. ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കേണ്ടി വന്നു, അവർക്ക് ഈ സംഭവം കുറയ്ക്കേണ്ടി വന്നു. സോ ഇതാണ് ചിലപ്പോൾ നിങ്ങൾ, ഇഫ് യു ടേക്ക് എ സ്റ്റാറ്റിസ്റ്റിക്സ്, പരാജയപ്പെട്ടു പോയ സമരങ്ങളും പ്രകടനമായി മാറിയ സമരങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷേ ആ ഒരു സൈക്കിളിൻ്റെ പുറത്താണ് വിജയിച്ച സമരങ്ങളും നമുക്കുള്ള അവകാശങ്ങളും ദാറ്റ് തിങ് കെയിം ഔട്ട്. ഈ അടുത്ത് തന്നെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഒരു സർക്കാർ ഓഫീസിൽ ഞാൻ പണിയെടുക്കാൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് സമരക്കാരോട് പറയുന്ന ഒരു യുവാവിന്റെ വീഡിയോ വൈറലായിരുന്നു. ആ യുവാവ് സമരം കാരണമാണ് അയാൾക്ക് അവിടെ ജോലി കിട്ടിയത്. 2010s സ്പോർട്സ് കോട്ടയിലുള്ള നിയമങ്ങൾ, കായിക താരങ്ങൾക്ക് കൊടുക്കുന്ന നിയമനങ്ങൾ കൂട്ടണമെന്ന് പറഞ്ഞ് നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായ നിയമനങ്ങളിലൂടെയാണ് ആ വ്യക്തി അവിടെ നിയമിതനായത്. ആ വ്യക്തിക്ക് സമരത്തോട് പുച്ഛമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾ ജോലിക്ക് കയറാൻ കാരണം തന്നെ ആ സമരമാണ്. അങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ആവശ്യം തൊഴിലാളികള്, സംഘടനകള് മുന്നോട്ട് വെച്ചില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ അവിടെ ജോലിക്ക് കയറില്ലായിരുന്നു. എന്നിട്ട് അയാൾ അവിടെ ഇരുന്നിട്ട് സമരക്കാരെ കളിയാക്കാണ്. ഇല്ല, എനിക്ക് പണിയെടുക്കണം പോലും. പണിയെടുക്കണം എന്ന് പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ തോണ്ടിപ്പിടിക്കും. യു ആർ നോട്ട് ഈവൻ വർക്കിംഗ്. ഇതൊരു കാപട്യമാണ്. നിങ്ങൾ പണിയെടുക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ, നിങ്ങൾ ഒരു ദിവസം സമരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കുന്നുണ്ട്. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അൺലെസ് യുവർ എംപ്ലോയർ ഇസ് ദാറ്റ്, എന്താ പറയാ, സമരക്കാരെ ഞാൻ പിരിച്ചുവിടും എന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് എടുക്കുവാണെങ്കിൽ then I can understand. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സെൽഫ് നോക്കണം. കാരണം നമ്മൾ സമരം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ എംപ്ലോയർ പറയാണ്, സമരത്തിലങ്ങനെ നീ പോയാൽ നിന്നെ പിരിച്ചുവിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ചുമ്മില്ല, എനിക്ക് പണിയെടുക്കണം, ഇപ്പോൾ മാത്രമേ നിനക്ക് പണിയെടുക്കാനുള്ളൂ. ഇത് സമരം നടക്കുമ്പോഴേ തന്നെ നിനക്ക് പണിയെടുക്കണം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം എന്തുകൊണ്ട് മാധ്യമങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യില്ല എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഈ ഒരു ബില്ലിനെ പറ്റി യാതൊരു രീതിയിലുള്ള ഡിസ്കഷൻ നമ്മുടെ മീഡിയാസ് നടത്തിയില്ല. ബട്ട് മറ്റു പല ആവശ്യമില്ലാത്ത എല്ലാ വിഷയങ്ങളും, അതിൻ്റെ ചരിത്രത്തിൻ്റെ ചരിത്രവും ഒക്കെ നമ്മുടെ മീഡിയകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദാറ്റ് ബെഗ്സ് എ ക്വസ്റ്റ്യൻ, വൈ? എല്ലാ കാലത്തും മാധ്യമങ്ങള് ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തിന്റെ കാതൽ എന്താന്നുള്ളത് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ശബരിമല വിഷയം, അയ്യപ്പന്റെ ഐതിഹ്യം വരെ നമ്മൾ അതിന്റെ അകത്ത് ചർച്ച ചെയ്തു. വാവരും അയ്യപ്പനും പിന്നെ ശാസ്ത്രങ്ങളൊക്കെ എടുത്തു വെച്ച് അതിന്റെ അകത്ത് ചർച്ച ചെയ്യുന്നു. അതുപോലെ വഖഫ് ബോർഡ് സമരം മറ്റേ ഇവിടെ നടന്നപ്പോൾ ആലപ്പുഴയില് നിയമങ്ങൾ, ആ ബോർഡിനെതിരെ സമരം ചെയ്തപ്പോൾ അതിന്റെ എല്ലാ സാധനവും നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ് ചെയ്തത്. പക്ഷെ തൊഴിൽ സമരം നടക്കുമ്പോൾ എന്ത് തൊഴിൽ നിയമങ്ങളാണ് മാറിയത്, ഏത് കോഡാണ് അമെൻഡ് ചെയ്തത്, എന്തുകൊണ്ടാണ് ആൾക്കാർ സമരം ചെയ്യുന്നത്, എന്താണ് ഈ സമരത്തിന്റെ ഒബ്ജക്റ്റീവ്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ നമ്മുടെ മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷം, വളരെ കുറച്ച് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ, ബഹുഭൂരിപക്ഷവും സമരക്കാരുടെ ബിഹേവിയറിനെയാണ് പോലീസ് ചെയ്തത്. അതായത് KSRTC തൊഴിലാളികൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ഇവര് വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പോലീസ് ഇടപെട്ടു, പോലീസ് വർക്കേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുത്തു, അവർക്ക് ജോലിക്ക് കയറാൻ, അല്ലെങ്കിൽ ഗർഭിണിക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ നറേറ്റീവ്, ഭക്ഷണം കിട്ടാത്തൊരു വൃദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥയുണ്ടാക്കണം. പകുതിയും ഇറ്റ്സ് ഹോക്സ്. ഇവിടെ കേരളത്തിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരു മനുഷ്യനൊരു അത്യാവശ്യ ആവശ്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരടക്കമുള്ള സഹായം. പക്ഷെ ഇവിടെ ചർച്ച നടക്കുന്നത് മൊത്തം സമരക്കാരുടെ പെരുമാറ്റച്ചട്ടത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ സമരം ജനജീവിതത്തെ ബാധിക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷെ ജനജീവിതത്തെ ബാധിക്കുന്ന തൊഴിൽ നിയമങ്ങളെ കുറിച്ചാണ് മീഡിയയിൽ ശരിക്കും ചർച്ച ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു അരുൺകുമാർ ഇതൊക്കെ ചെയ്യാറുള്ള ആളായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം അത് ഉണ്ടായോന്ന് എനിക്കറിയില്ല. കാരണം അരുൺകുമാർ, ഞാൻ എല്ലാ നിയമത്തിന്റെയും എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ആ നിയമം എന്താണ്, ബേസിക്കലി ആ വിഷയം എന്താണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇപ്രാവശ്യം അത് കണ്ടില്ല, എന്താണ് ഈ വിഷയം എന്ന് എനിക്കറിയില്ല, ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും. ബട്ട് അങ്ങനെ ചെയ്യണമായിരുന്നു. അത് വ്യാപകമായിട്ട് നിങ്ങൾ മീഡിയയിൽ അത് ചർച്ച എന്തുകൊണ്ട് ചെയ്യില്ല? കാരണം എന്താ,
കാരണം ഈ മീഡിയ ഹൗസസിനെ ബെനിഫിറ്റ് ചെയ്യുന്നതാണ് ഈ തൊഴിൽ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ. കാരണം അവർ എംപ്ലോയേഴ്സ് ആണ്. ഈ മീഡിയ ഹൗസസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ബേസിക്കലി അവർ കാശ് എറിഞ്ഞ് ആൾക്കാരെ പണിയെടുപ്പിച്ച് കാശ് വാരുന്ന കമ്പനികളാണ്. ജസ്റ്റ് ലൈക്ക് എനി കോർപ്പറേറ്റ് കമ്പനി, ഒരു പ്രൈവറ്റ് മാധ്യമം എന്ന് പറയുന്നത്. അപ്പൊ അവരെ ബെനിഫിറ്റ് ചെയ്യുന്നതാണ് ഈ തൊഴിൽ നിയമങ്ങളിലെ മാറ്റം. അവരെ ഡയറക്റ്റ് ബെനിഫിറ്റ് ചെയ്യുന്ന മാറ്റത്തിന് അവര് എന്തിനു ചർച്ചയ്ക്ക് നിൽക്കുക? സോ അവര് ബാക്കി എല്ലാത്തിനും അവരെ തൊടാത്ത എല്ലാ കാര്യത്തിനും ചർച്ച ചെയ്യും. കാരണം അവർക്ക് ഇതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. പക്ഷെ തൊഴിൽ നിയമങ്ങൾ ചർച്ചയായി കഴിഞ്ഞാൽ അവരടക്കമുള്ളവർക്ക് ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവരത് ചർച്ച ചെയ്യില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി. അതുകൊണ്ടാണ് സമരക്കാരുടെ ബിഹേവിയറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന മീഡിയ. എന്താണ് വിഷയമെന്ന് ചർച്ച ചെയ്യാൻ. ബാക്കി എല്ലാ സമരങ്ങളും നല്ല സമരങ്ങളാണ്. തൊഴിൽ സമരം മാത്രം മോശം സമരമാണ്. നിങ്ങൾക്ക് ശബരിമലയ്ക്ക് വേണ്ടി സമരം ചെയ്യാം, വഖഫിന് വേണ്ടി സമരം ചെയ്യാം, പിന്നെ എന്ത് സമരം ആയിക്കോട്ടെ, പള്ളി പൊളിക്കാൻ സമരം ചെയ്യാം, പള്ളി പൊളിക്കാതിരിക്കാൻ സമരം ചെയ്യാം. അതൊക്കെ വളരെ സെലിബ്രേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. എല്ലാവരും വളരെ സെലിബ്രേറ്റ് ചെയ്ത് എല്ലായിടത്തും ഡീറ്റെയിൽ ആയിട്ട് ഐതിഹ്യങ്ങൾ 2000-4000 കൊല്ലം പുറകോട്ടൊക്കെ പോകും. ചിലവർ കഥകളൊക്കെ പറയുന്ന കേട്ടെ. പക്ഷെ ഇത്രയും ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള നിങ്ങളെ ബാധിക്കുന്ന ലേബർ കോഡിലെ നിയമങ്ങൾ എന്താണ് മാറ്റിയത്, പണ്ടെന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ബേസിക് സാധനം പറയാൻ പോലും അവർ സന്നദ്ധമല്ല എന്നുള്ളതാണ്. ദാറ്റ് ഷോസ് വൈ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്കസ് ദിസ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. കാരണം അവരെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? എക്സാക്ട്ലി വാട്ട് ബെനിഫിറ്റ്സ് യു. കുറേ ആളുകൾ പറയാറുണ്ട് ഈ സമരങ്ങൾ ഭയങ്കര പഴഞ്ചനാണ്. ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളെ നോക്കൂ, ആധുനിക സമൂഹത്തെ നോക്കൂ, അല്ലെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാമല്ലോ. സോഷ്യൽ മീഡിയ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. ആ വാദത്തോട് ഞാൻ നിഷേധിക്കില്ല. ബിക്കോസ് #, മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ കോവിഡ് സമയത്ത്, ആസ് വി ഓൾ നോ, സോഷ്യൽ മീഡിയ വാസ് ദി ഓൺലി വെപ്പൺ എന്നല്ല, മോസ്റ്റ് പ്രോമിനൻ്റ് വെപ്പൺ ഓഫ് ഫൈറ്റിംഗ്. കാരണം ഓൺലി വെപ്പൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം കർഷകർ, കിസാൻസ്, ഫാമേഴ്സ് ഡേ, അവർ ഡൽഹിയിൽ വന്നിട്ട് തന്നെയാണ് അവർ അത് സമരം വിജയിപ്പിച്ചത്. പക്ഷേ നല്ല മാർഗമാണ്. പക്ഷെ അങ്ങനെയല്ല. അതായത് ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും കൃത്യമായി ഇത് മനസ്സിലാക്കണമെങ്കിൽ സിമ്പിൾ #s കൊണ്ട് ഹാഷ്ടാഗുകൾ കൊണ്ട് നടക്കില്ല. അത് പ്രവൃത്തികൾ, ലൈക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഒരു സ്റ്റോപ്പ്, ഒരു ബന്ദ് വരുമ്പോഴാണ് ഇതിലേക്ക് ഗവൺമെൻറ്റ്സ് ശ്രദ്ധിക്കുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ റോഡ് തടയുന്നത് മോശമാണ്, മറ്റാണ്. ലൈക്ക് നിങ്ങളുടെ ഇപ്പം ഇത് പറയുന്ന ആളുകളുടെ മോഡൽ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവർ മഹത്തായി കൺസിഡർ ചെയ്യുന്നത്, ഇഫ് ദേ ആർ കൺസിഡറിങ് ദ വെസ്റ്റേൺ കൺട്രീസ്, ഞാൻ പറയുന്നത് ഗോ ലുക്ക് ഇൻ ടു വെസ്റ്റേൺ കൺട്രീസ്. നിങ്ങൾ ധൈര്യമായിട്ട് വെസ്റ്റേൺ കൺട്രീസ് നോക്കിയോ. വെസ്റ്റേൺ കൺട്രീസിലെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്ട്രൈക്ക് ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് തന്നെയാണ്. പോലീസ് ബ്രുട്ടാലിറ്റി സ്ട്രൈക്കുകൾക്കെതിരെ നിരന്തരം ഉണ്ടായ പല ഘട്ടങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, UK ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. ഇറ്റ് ഹാപ്പൻഡ് ഐ തിങ്ക് 2 years ബിഫോർ, 2 വർഷം മുമ്പ് നടന്നതാണ്. അതിനെതിരെ പോലീസ് ആക്രമണം ഉണ്ടായി. ഫ്രാൻസിൽ നിരന്തരം പണിമുടക്ക് നടന്നിരുന്നു, പോലീസ് ആക്രമണം ഉണ്ടായി അതിനെതിരെ. അമേരിക്കയിൽ യൂണിയൻ ബസ്റ്റിങ്ങിൻ്റെയും ഈ സമരത്തിനെതിരെ വലിയ പൊതുബോധമുള്ള ഒരു സ്ഥലമാണ് അമേരിക്ക. അവിടെ ആമസോൺ കമ്പനിയിൽ നിരന്തര സ്ട്രൈക്ക് നടന്നു, യൂണിയൻ അംഗീകാരം കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ്. അത് മറ്റ് കാര്യങ്ങൾക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് ഡൺ വിത്ത് ഫോഴ്സ്. അതിനെതിരെ വലിയ ഫോഴ്സിൽ ആളുകൾ ഭരണകൂടം അതിനെ നേരിടാൻ നോക്കി. ദേ റെസിസ്റ്റഡ്. ആൻഡ് ഈ ഇറങ്ങുക, വഴി ബ്ലോക്ക് ചെയ്യുക, ഗരാവോ ചെയ്യുക, ഇത് തന്നെയാണ്. ഇഫ് യു ആർ എൻ അഡ്മയർ ഓഫ് വെസ്റ്റേൺ കൺട്രീസ് ഓർ വെസ്റ്റേൺ വേൾഡ്, ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഇതിലൊരു ഉത്സവമാണ്. അവിടെ ഗ്രാഫിറ്റി ഒക്കെ അടിച്ചിട്ടാണ്, ബിൽഡിങ്ങിൽ ഗ്രാഫിറ്റി അടിച്ചിട്ടൊക്കെയാണ് ചിലപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രാൻസിലാന്ന് തോന്നുന്നു ഒരു കർഷക സമരം നടന്നതാണ്. ഫാമേഴ്സ് കെയിം ഇൻ ട്രാക്ടേഴ്സ്. ഈ ഫെർട്ടിലൈസേഴ്സും വേസ്റ്റൊക്കെ അവർ പാരീസിൻ്റെ സ്ട്രീറ്റിൽ ആണ് അവർ പോയത്. സോ വിച്ച് ഈസ് ദ മോഡൽ? ഞാൻ ചോദിക്കുന്നതന്നെ, നമ്മുടെ മുന്നിൽ മറ്റെന്ത് വഴിയാണുള്ളത്? സമരമല്ലാതെ, അല്ലെങ്കിൽ ഇവർ എതിർക്കുന്നതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റെന്ത് വഴിയുണ്ട്? ഇപ്പോൾ ഏറ്റവും ഗതികെട്ടിട്ട് ഇന്ത്യയിലെ IT എംപ്ലോയീസ് ഒരു മൂലയ്ക്ക് പതുക്കെ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്ത് വരികയാണ്. കർണാടകയിലൊക്കെ IT എംപ്ലോയീസ് യൂണിയനൊക്കെ സ്ട്രോങ് ആയി തുടങ്ങി. കാരണം വേറെ വഴിയില്ല. ദർ ഈസ് നോ വേ.
ഇപ്പോൾ പ്രൈവറ്റ് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ജസ്റ്റ് ആസ്ക് ദം വാട്ട് ഈസ് യുവർ കണ്ടീഷൻ. ക്വസ്റ്റ്യൻ ഈ സമരങ്ങൾ ഡിസ്റപ്റ്റീവ് ആകുന്നു. ഈസ് ദാറ്റ് എ ഗുഡ് തിങ്? സമരം ഡിസ്റപ്റ്റ് ചെയ്യാനാണ്, സ്നേഹിക്കാനല്ല സമരം. പലരും പറയുന്നത് സമാധാനപരമായി സമരം ചെയ്യുന്നു. ശരിയാണ്. അതായത് നിങ്ങൾ ഒരു പ്ലക്കാർഡും പിടിച്ച് സുഭാഷ് പാർക്കിൽ പോയി നിൽക്കാം, മുതലാളി തൊഴിലിട്ടെ എന്ന് പറഞ്ഞു, മുതലാളി അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങും. ഇറ്റ് ഡസന്റ് മാറ്റർ. യു ഹാവ് ടു ഹിറ്റ് വേർ ഇറ്റ് പെയിൻസ്, റൈറ്റ്? അതുകൊണ്ടാണ് ഡിസ്റപ്റ്റീവ് ആയിരിക്കണം സമരങ്ങൾ. സമരത്തിൽ അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നത് ഇറ്റ്സ് നോൺസെൻസ്. ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് സമരം ചെയ്യുന്നത്, വേദനിപ്പിക്കാനാണ് സമരം ചെയ്യുന്നത്. അവർക്ക് വേദന എടുക്കുമ്പോഴേ അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടുള്ളൂ, എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് തോന്നുള്ളൂ. only then they will come to the negotiating table. Negotiating table നിങ്ങളുടെ ആളെ വരുത്തണമെങ്കിൽ you have to put pressure, അല്ലാണ്ട് ആരും വരില്ല. ബ്രിട്ടീഷുകാരെ സ്നേഹിക്കാനല്ലല്ലോ നമ്മൾ സമരം ചെയ്തത്. ബ്രിട്ടീഷുകാരെ ഒരു തൂവല് കൊണ്ട് തലോടാനല്ല നമ്മൾ സമരം ചെയ്തത്, അല്ലെ? നമ്മൾ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തിയപ്പോൾ അവർക്ക് വേദനിക്കാനും ബുദ്ധിമുട്ടുണ്ടാവാനും സമൂഹത്തിൽ ഡിസ്റപ്ഷൻസ് ഉണ്ടാവാൻ വേണ്ടി തന്നെ ചെയ്തത്. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട്, നമ്മുടെ മുമ്പിൽ ഈ വെസ്റ്റേൺ ലിബറൽ ഐഡിയ ആണ് ഇത്, ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പാർക്കിൽ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമരമാണെന്നുള്ളത്. നോബഡി കെയർസ്. ദാറ്റ് ഗൈ ഈസ് സ്ലീപ്പിംഗ്. നന്നായിട്ട് നല്ല സന്തോഷത്തോടെ അവർ കിടന്നുറങ്ങുകയാണ്. നിങ്ങൾ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്, അവർ സന്തോഷത്തോടെ കിടന്നുറങ്ങുകയാണ്. സമരം എപ്പോഴും ഡിസ്റപ്റ്റീവ് ആയിരിക്കണം. സമരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണം. ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ 2 ദിവസത്തെ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കുന്നത്. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഒരു കാര്യം മനസ്സിലാക്കുക, സ്ട്രൈക്ക് എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല. ഇന്ന് ആലോചിച്ചു, ഇന്ന് തീരുമാനമെടുത്തു, നാളെ സ്ട്രൈക്ക്, അങ്ങനെയല്ല ഇത് നടന്നിരിക്കുന്നത്. ഈ സ്ട്രൈക്കിന് ഏകദേശം മാസങ്ങളോളം പ്രിപ്പറേഷൻ എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ തൊഴിലാളികൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മുടങ്ങണം, ആ കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി തീരുമാനമെടുത്ത് അതിന് മുന്നോടിയായി യോഗങ്ങൾ ചേർന്ന് ചെറിയ പ്രകടനങ്ങളൊക്കെ ആദ്യമേ തന്നെ നടത്തി ഡിമാൻഡ്സൊക്കെ ഇതാക്കി അതിനെ പബ്ലിസൈസ് ചെയ്ത് അതിനുശേഷമാണ് ഈ പറയുന്ന പണിമുടക്ക് എന്ന് പറയുന്ന കംപ്ലീറ്റ് സ്ട്രൈക്കിലേക്ക് പോകുന്നത്. സോ ഇതൊരു എന്താ പറയുക, സ്പൊറാഡിക്കായി വളരെ പെട്ടെന്നുണ്ടാകുന്നൊരു കാര്യമല്ല. ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാലോചനകൾ കൂടിയിട്ടാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് എന്താണെന്ന് വെച്ചാൽ പല ബാങ്കുകൾ പ്രവർത്തിച്ചു, പല സ്ഥലങ്ങളിൽ ബാങ്കുകൾ പ്രവർത്തിച്ചു. പക്ഷേ എംപ്ലോയീസ് ഏകദേശം 1-2 മണിക്കൂർ ബാങ്കിന് പുറത്ത് വന്ന് ഇരുന്ന് ഒരു ധർണ പോലെ ഇരുന്ന് അവരുടെ ഡിമാൻഡ്സൊക്കെ ചെയ്ത് ഒരു പ്രോഗ്രാം പോലെ, ഒരു പ്രൊട്ടസ്റ്റ് പോലെ നടത്തി അതിനുശേഷം അവർ ചില സ്ഥലങ്ങളിൽ ജോലിക്ക് കയറി. ഇപ്പോൾ ഗോവയിൽ വലിയൊരു പ്രകടനം അവിടുത്തെ ട്രേഡ് യൂണിയൻസ് നടത്തി. നമ്മൾ ആരും വിശ്വസിക്കില്ല. ഗോവയിലെ ട്രേഡ് യൂണിയൻസിന് നല്ല അവർക്ക് പവറുള്ള സ്ഥലങ്ങളിൽ അവർ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ കാര്യങ്ങൾ നടത്തി. തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ട്രെയിൻ തടയിലോട്ടുള്ള കാര്യങ്ങളും മറ്റ് സാധനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കർണാടകയിലും പല പ്രദേശങ്ങളിലും ചെറിയ പോക്കറ്റുകളിലൊക്കെ ഈ പറയുന്ന പോലെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പണിയെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൽ വളരെ മൈന്യൂട്ടായ 1-2 കേസുകളോ നമുക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കാം. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ലാർജർ ഗുഡാണ്. അവർക്ക് ഒരു ദിവസത്തെ പണി പോയി എന്ന് പറഞ്ഞിട്ടാണ് പലരും എന്ന് വെച്ചാൽ അവരുടെ ഏജൻസി ചമയുന്ന, അല്ലെ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള വ്യാജേന സംസാരിക്കുന്ന പലരും അവരുടെ ഒരു ദിവസത്തെ പണി പോയി ഭയങ്കര എന്ന് പറഞ്ഞിട്ടാണ് നടത്തുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തെ പണി പോകണോ അതോ കുറേ നാളുകൾക്ക് ശേഷം എത്ര പണി ചെയ്താലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകണോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ. സോ ദാറ്റ് നീഡ്സ് ടു ബി ആൻസേർഡ്. അതായത് ഒരു ദിവസത്തെ പണിയാണോ, അല്ലെങ്കിൽ പണിയെടുക്കാനും നല്ല വേജ് വാങ്ങാനുള്ള നമ്മുടെ റൈറ്റ് ആണോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. സോ ദാറ്റ് ഷുഡ് ബി ആൻസേർഡ് ബൈ ദ പീപ്പിൾ. അത് ആളുകൾ വേണം അതിന് ആൻസർ ചെയ്യാൻ. ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് ചോദിക്കാനുള്ളതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റും, എല്ലാ സർവീസുകളും, എല്ലാ സുഖസൗകര്യങ്ങളും ഏതെങ്കിലും വർക്കേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന് പറയുന്നവർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കിട്ടുന്നത്. ഈവൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ, ലൈറ്റിങ് എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഒരു ഹ്യൂമൻ ലേബർ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവർ ഒരു കാരണം ഉണ്ടായിട്ടാണ് അവർ സമരം ചെയ്യുന്നത്, അല്ലാതെ വെറുതെ അല്ല അവർ സമരം ചെയ്യുന്നത്. അവരുടെ ജീവിത പ്രശ്നം, അവരുടെ ഒരു എക്സിസ്റ്റൻസ് എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൊസൈറ്റിയുടെ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് തന്നെ പറയാം തൊഴിലാളികളെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സ്ട്രൈക്കുകളെ നമ്മൾ എങ്ങനെ കാണണം? അവരുടെ സ്ട്രൈക്കുകളെ നമ്മൾ കാണേണ്ടത് ഒരു ഓർമ്മപ്പെടുത്തൽ തരികയാണ്.
അവർ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതം കോഞ്ഞാട്ടയാകുമെന്ന ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ അവരുടെ ഡിമാൻഡ്സ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, അവരുടെ അവകാശങ്ങൾ നമ്മൾ എപ്പോഴും സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവരുണ്ടാക്കുന്ന സുഖസൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരെ ചരിത്രമെന്നും കോമാളികളായിട്ടേ കണ്ടിട്ടുള്ളൂ.